സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കട അതായിരിക്കണം ഒരു സൂപ്പർ നിങ്ങൾ തപ്പയിൽ കണ്ടു കാണും ഒരു 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 സ്റ്റോറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏതൊരു സൂപ്പർ മാർക്കറ്റായിട്ട്. കാര്യം ആദ്യം ഇച്ചിരി ചെറുതൊക്കെയാണ്, പക്ഷെ നമ്മളിത് വലുതാക്കും. പിന്നെ സ്റ്റോറേജ് ഇനി നമ്മൾ കളിച്ച് സംഭവങ്ങളൊക്കെ വലുതാക്കും, അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒരു വലിയൊരു കടയാക്കി മാറ്റും. ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്നാ ചെയ്യണ്ടേ, എന്നിട്ട് എറിയണം, എന്നിട്ട് ഓരോന്നിട്ട് എടുക്കണം. ഇവിടെ വെക്കണം. പ്ലേസ് പിടിക്കണം. അങ്ങനെ നമുക്ക് എടുത്തിട്ട് തിരിച്ചു വെക്കാനും പറ്റൂലേ. ഇതിങ്ങനെ നമ്മൾ വലിയൊരു സംഭവം അല്ല, നമ്മൾ ഈ കട ഒരു വലിയ സംഭവമാക്കും. ഓക്കെ, ഇനി ഇതന്നെ ചെയ്യണ്ടേ. ഇത് വേസ്റ്റ് ഓട്ടൊന്നുമില്ല ഇവിടെ കൊണ്ടുവന്നായിരിക്കില്ലേ. റീസൈക്കിൾ ചെയ്ത് നമ്മളായിട്ട് കട ഓപ്പൺ ചെയ്യണം. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാ ആരെങ്കിലും വരുമോ? ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തു, കാശെടുത്തു. എന്നെ സംഭവം തന്നെ ഒരു മിനിറ്റ്. ചേഞ്ച് അങ്ങനെ ഓക്കെ. അങ്ങനെ ശരി, ഇപ്പം മനസ്സിലായി. 1 2 3 1 2 3 ഓക്കെ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. എനിക്കത് ഇങ്ങനെ എന്താ കൊടുക്കണ്ടേ, അല്ല ചേഞ്ച് കൊടുക്കണേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ടോട്ടൽ പ്രൈസ് ക്രെഡിറ്റ് കാർഡാ, റിച്ച് പാർട്ടീസാ. ഓക്കെ, ഇത്രയും പെട്ടെന്ന് ഇത്ര ആൾക്കാർ വന്നോ? നമ്മളൊക്കെ കുറച്ച് വലിയ ആൾക്കാരായി. അങ്ങനെയൊക്കെ അല്ലേ. ഞാൻ നൈസായിട്ട് എന്തൊക്കെയോ കാണിച്ചതാ. ഞാൻ സംഭവമുള്ള കേട്ടോ. നമ്മൾ ഈ കട വലിയൊരു സംഭവമാക്കും. കാര്യം നമ്മൾ ഈ അടുത്തൊരു കമ്പ്യൂട്ടർ കിടപ്പുണ്ട്, അതിനകത്തുനിന്ന് എന്തൊക്കെയോ മേടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് പ്രൊഡക്റ്റ് ലൈസൻസ് ബോയിൽഡ് വാട്ടർ, അത് ബ്രാൻഡിൻ്റെ നെയിമാണ്. ഓക്കെ, കണ്ടിന്യൂ. പോയി ഇനി ഈ ആളുടെയും കൂടി. ഓക്കെ, എത്ര രൂപ കൊടുക്കണ്ടേ? 0 ഓക്കെ. ബാക്കിയൊന്നും ഇല്ലായിരുന്നല്ലേ. കറക്റ്റ് പൈസ കയ്യിൽ തന്നെ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ ക്ലോസ് ചെയ്യട്ടെ. ഇനി അത് രാത്രിയായി, ക്ലോസ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറി പല പരിപാടികളും കാണിക്കാൻ പോകും. ആദ്യം നമ്മുടെ നോക്കില്ല. അപ്പം ഇതെല്ലാം കൂടി വാങ്ങിച്ചേക്കാം. അയ്യോ, കുറച്ച് ഇതായിപ്പോയല്ലോ. അത് ഇച്ചിരി കൂടിപ്പോയി. അത് ടോട്ടൽ എമൗണ്ട് 107. അതുകൊണ്ട് കുറവുള്ളത് കുറച്ചാൽ കുറഞ്ഞു. ഓക്കെ, ഞാൻ എന്തൊക്കെയോ മേടിച്ചു. എങ്ങനെ തന്നെ നെക്സ്റ്റ് ഡെലിവറി 3 2 1. ഓക്കെ, ഇവിടെ സാധനം ആദ്യമായിരിക്കണം. ഞാൻ എവിടുന്ന് ഈ സാധനം ഡ്രോണിൽ നിന്നൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ തന്നെ. ഡ്രോണിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ്. ഇത് ഏറ്റവും മേളിൽ വയ്ക്കാം പ്ലീസ്. ആൾക്കാരൊക്കെ ഞെട്ടട്ടെ. നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ അവിടെ എത്തുമോ? ഇല്ലേ, നിൽക്കേ
ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞ് എങ്ങനെ ഇടാൻ പറ്റും? ഇങ്ങനെ ത്രോ ചെയ്തിട്ട് നമുക്ക് വേണ്ടി തുറന്നൊക്കെ തരും. ഓട്ടോമാറ്റിക്കലി തുറന്നൊക്കെ തരുന്ന ഒരു ഡസ്റ്റ്ബിന്നുള്ള ഒരു കടയാണിത്. പ്ലീസ് അല്ലെങ്കിൽ 5 സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ വീഡിയോയുടെ ലെങ്ത്തും കൂടുന്നുണ്ട്. പക്ഷേ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഓപ്പൺ പ്ലേസ്. ഇതൊക്കെ ഇത് ഞാൻ 2 മേടിച്ച്. എനിക്ക് ഇതുപോലത്തെ ഒരു 2 റാക്കും കൂടി മേടിക്കണം, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. സെറ്റ്. ഇത് മറ്റേ ബോട്ടിൽ. നമുക്ക് ബോട്ടിലൊക്കെ അവിടെ കിടക്കട്ടെ. ബോട്ടിൽ നമുക്ക് പിന്നെ എടുത്ത് വയ്ക്കാം. നമുക്ക് വെറൈറ്റി സാധനങ്ങൾ വാങ്ങണം. ഒരേ സാധനങ്ങൾ തന്നെ 5 വെച്ച് കഴിഞ്ഞാൽ ആരും മേടിച്ചോണ്ട് പോയാൽ. ഓക്കെ സെറ്റ്. ത്രോ ഓക്കെ. ഇത് എന്തായാലും നമ്മുടെ അവിടെ എടുത്ത് വെച്ചേക്കാം. അങ്ങനെ അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞ് മറ്റേ ഓയിൽ ആൾക്കാർക്ക് അല്ല കുക്ക് ചെയ്യാനൊക്കെ ലെവൽ 3-ലാണെന്നാണല്ലോ കൗള്. കമ്പ്യൂട്ടറൊക്കെ ഇട്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? വേറെ ഫ്ലോറ്, ബാങ്ക് എന്തൊക്കെ ഉണ്ട്. സ്റ്റോറിനകത്ത് എനിക്ക് വേറെ റാക്കും എല്ലാം എടുക്കാൻ പറ്റും. വേറെ റാക്കും ഫർണിച്ചേഴ്സ്. ഓക്കെ റാക്ക് ഇവിടെ 400 രൂപയൊക്കെ അതിന്. റാക്കിനൊക്കെ ഇപ്പം എന്താ വില? റാക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. റാക്ക് മേടിക്കണമെങ്കിൽ കുറച്ചുകൂടി വളരണം. ഓക്കെ എങ്ങനെയൊക്കെ എനിക്ക് ഇപ്പോൾ സെറ്റ് പ്രൈസ് നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കൊള്ളാം. നമുക്ക് ഇത്രയും വെച്ചേക്കാണ്. വേണ്ട ഇച്ചിരി കൂടുതലാണ്. മാർക്കറ്റ് പ്രൈസ് 8 രൂപ. നമുക്കൊരു 10, 13, ഒരു 20, 11 അത്ര കൂടാൻ പറ്റില്ല. ഇങ്ങനെ കൂട്ടാൻ പറ്റുമല്ലോ. 7, 8, 9, 10, 14. ഓക്കെ ദിസ് ഈസ് ബിസിനസ്. സെറ്റ് പ്രൈസ്. ഓക്കെ ഇതിന് മാർക്കറ്റ് പ്രൈസ് 6. അപ്പോൾ ഒരു 8 ഇത്ര മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കുമോ? നമുക്ക് ഈ ഓയിലിന് ഒരു 11 ഇടാം. കാരണം ഓയിലൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ, അതുകൊണ്ട് നമുക്ക് വില വെച്ച് കൂട്ടിയിടാം. ഇത് മാർക്കറ്റ് പ്രൈസ് സെറ്റാണ്. അതെ അത് ഞാനിപ്പോൾ സെറ്റാക്കി ഇട്ടേക്കണല്ലേ. ഇത് 314. ഇതിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് ഒരു വെറുതെ ഇല്ല പ്രൈസ് സെറ്റാക്കണമായിരുന്നു. അപ്പോൾ അവർ ചുമ്മാ കൊണ്ടുപോയതാ സാധനം. ഞാൻ മേടിച്ചപ്പോൾ കാശ് കയറിയായിരുന്നോ? എനിക്കറിയില്ല. ഒരു 8, 9 അത്ര ഇട്ടേക്കാം. നമുക്ക് തുറക്കാം കട തുറക്കാം. നോക്കി ആൾക്കാർ മേടിക്കുമെന്ന് അറിയില്ല. ഓയിൽ ആരെങ്കിലും മേടിക്കുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അതെനിക്കറിയാം. ഓയിൽ ആരെങ്കിലും മേടിക്കും. കാരണം ഓയിലിന് ഞാൻ കുറച്ചധികം കൂട്ടിയിട്ടേക്കണം. ഒരാൾ വന്നു. Oil is too expensive. എല്ലാം ടു എക്സ്പെൻസീവ് എന്നാണ് പറയണേ. പക്ഷേ ഞാനൊരു കളി കളിക്കും. ഞാനിവിടെ ഒരു കളി കളിക്കും ഗൈസ്. ഇത് കുറച്ച് കൂടുതലാണ്. തൽക്കാലം ടിപ്പായിട്ടിരിക്കട്ടെ. കച്ചവടാ നീ ഉണ്ടാ. ചെക്കൻ സന്തോഷമായി കേട്ടോ. ടോട്ടൽ വാല്യൂ 22.28. അറിയുമ്പോ ഓരോ ഓയിൽ മേടിച്ചു. 11.65.
ഓ ഞാനിപ്പോൾ വന്ന് ഇപ്പോൾ ഒരു കടക്കാരനെ കിടത്ത പൈസ അപ്പം തന്നെ കയ്യിലടിച്ചു. അതിനൊരു രൂപയ്ക്ക് ഇരിക്കട്ടെ. മുട്ടായി മേടിച്ചു, മുട്ടായി. ഓക്കെ, 12 രൂപ കൊടുക്കണം. ചേഞ്ച് 12, 10, 2, 21, 25. 25 ഇരിക്കട്ടെ. എൻജോയ്. ഓ ഇത് കുറേ കാശ് മേടിച്ചിട്ടുണ്ടല്ലോ. 41.83. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരു മിനിറ്റ്, ഇപ്പോൾ ഒന്നും ഉണ്ടായല്ലോ. എടാ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. സ്കിപ്പ് മോർണിംഗ് കണ്ടിന്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടം വരെ കണ്ട് എത്തിയവർക്ക് നന്ദി. ഇതിൻ്റെ ബാക്കി വരുന്നതായിരിക്കും. അപ്പോൾ ശരി എന്നാൽ ബൈ.